പോക്സോ അതിജീവിതയായ 4 വയസ്സുകാരിയെ മൊഴിയെടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. ഇതെന്ത് പോലീസ്? ഇതിനകം 4 തവണ മൊഴിയെടുത്ത കേസിലാണ് ഇരയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. ജുവനൈൽ ജസ്റ്റിസ് കമ്മിറ്റിക്ക് ശിശുക്ഷേമ സമിതി പരാതി നൽകി. നടൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ പ്രതിയായ കേസിൽ പോലീസ് പ്രതിയെ സംരക്ഷിക്കുന്നുവെന്ന് കുടുംബവും ആരോപിച്ചു. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വി എസ് രഞ്ജിത്ത്, നഗ്നമായ നിയമങ്ങളുടെ ലംഘനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ 4 വയസ്സുകാരിയായ പെൺകുട്ടിയെ ഇരയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുക, പോലീസ് ഏതു ഘട്ടത്തിലാണത് ചെയ്തത്? മാത്രമല്ല, ഈ ആരോപണ വിധേയരായിരിക്കുന്നയാൾ നടനാണ്, കുട്ടികൾ ജയചന്ദ്രനാണ്. ഇയാളെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന പരാതിയും കുടുംബത്തിനുണ്ട്. പോലീസ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? വി എസ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്. ഈ കേസിനകത്ത് ഇത് കുറച്ച് നാളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസാണ്. പക്ഷേ ഈ കേസിൽ മാധ്യമങ്ങളൊക്കെ ഇടപെടുന്നതിൽ കുട്ടിക്കൽ ജയചന്ദ്രൻ്റെ ഭാഗത്തുനിന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഇതൊരു കുടുംബ പ്രശ്നമാണ് എന്ന രീതിയിൽ. അതുകൊണ്ടാണ് നമ്മൾ ശിശുക്ഷേമ സമിതിയിലും അതുപോലെ തന്നെ പോലീസിലുമൊക്കെ നിരന്തരം ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ മൊഴിയുമായി, ഈ മൊഴി എത്രത്തോളം കൃത്യമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 4 തവണ പോലീസ് മൊഴി എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, 164 പ്രകാരമുള്ള മൊഴി കോടതിയിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ മൊഴിയിലെല്ലാം കുട്ടി വളരെ ഉറച്ച സ്റ്റാൻഡാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റുകളോ കുട്ടിയുടെ ഭാഗത്തുനിന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ശിശുക്ഷേമ സമിതി ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടാണ്. അതായത് കുട്ടിയുടെ മൊഴി വാസ്തവമാണ്, കുട്ടി സത്യമാണ് പറയുന്നത് എന്ന കാര്യത്തിൽ ശിശുക്ഷേമ സമിതിക്ക് ഒരു തരത്തിലുമുള്ള ആശങ്കയില്ല. ഇക്കാര്യത്തിൽ ആശങ്കയുള്ളത് പോലീസിനാണ്. പോലീസ് ഇപ്പോഴും തുടർമൊഴി എടുക്കണം എന്നുള്ള നിലപാടിൽ നിൽക്കുകയാണ്. അങ്ങനെ തുടർമൊഴി എടുക്കണമെങ്കിൽ അത് ചെയ്യേണ്ടത് സിവിൽ ഡ്രസ്സിൽ കുട്ടിയുടെ വീട്ടിലെത്തി ഒരു വനിതാ പോലീസാണ് അത്തരത്തിൽ മൊഴിയെടുക്കേണ്ടത്. ഇതിന് പകരം കുട്ടിയുടെ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ACPയുടെ ഓഫീസിലേക്ക്, പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം ശിശുക്ഷേമ സമിതിയിൽ പരാതി കൊടുത്തു. ശിശുക്ഷേമ സമിതി ആ പരാതി ജുവനൈൽ ജസ്റ്റിസ് കമ്മിറ്റിക്ക് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. ജുവനൈൽ ജസ്റ്റിസ് കമ്മിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ജില്ലാ ജഡ്ജ് അധ്യക്ഷനായിട്ടുള്ള കുട്ടികളുടെ അവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിക്കെതിരെയാണ് ഇപ്പോൾ പോലീസിന് പരാതി കൊടുത്തിട്ടുള്ളത്. ഈ കേസ് നടൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ പ്രതിയായ കേസായതുകൊണ്ട് തന്നെ ഉന്നതതല പോലീസ് തലത്തിൽ ഇടപെടലുകൾ ഉണ്ട് എന്ന് കുട്ടിയുടെ കുടുംബം നേരത്തെ തന്നെ നമ്മളോട് പരാതിയായി പറഞ്ഞിരുന്നു. പക്ഷേ കൂട്ടിക്കൽ ജയചന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് ഒരു കുടുംബ പ്രശ്നമാണ് എന്ന ഒരു ആക്ഷേപം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഇത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഗുരുതരമായ വീഴ്ചയാണ്. എന്തൊക്കെ സംശയങ്ങളുണ്ടെങ്കിലും കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് മൊഴിയെടുക്കാൻ പാടില്ല. മാത്രമല്ല, ശിശുക്ഷേമ സമിതിയും ചൈൽഡ് ലൈനും ഒക്കെ ഇതിലെടുക്കുന്ന നിലപാട് പോലീസ് ഗൗരവത്തിലെടുക്കേണ്ടതാണ്. കാരണം ശിശുക്ഷേമ സമിതി ഒരു വിദഗ്ധയായ കൗൺസിലറുടെയും ഒക്കെ സാന്നിധ്യത്തിലാണ് ഇക്കാര്യത്തിൽ മൊഴിയെടുക്കുന്നത്. അങ്ങനെ മൊഴിയെടുത്ത് കുട്ടിയുടെ മൊഴി ജെന്യൂനാണ് എന്ന് ശിശുക്ഷേമ സമിതിക്കും ചൈൽഡ് ലൈനും ഒക്കെ ബോധ്യപ്പെട്ടിട്ടും പോലീസിന് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ബോധ്യമുണ്ടാവുന്നില്ല? ഈ കേസിൽ എന്തുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നീ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന പരാതി കുടുംബം ഉന്നയിക്കുന്ന അതേ ഘട്ടത്തിലാണ് ഈ കുട്ടിയുടെ തുടർമൊഴി രേഖപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് വിളിപ്പിക്കുന്നത്. ഇത് ഗുരുതരമായ കൃത്യവിലോപമാണ്, ഒരു കുറ്റകരവുമാണ് എന്നുള്ളതാണ് ശിശുക്ഷേമ സമിതിയുടെ നിലപാട്. ശിശുക്ഷേമ സമിതി ഇക്കാര്യം ജുവനൈൽ ജസ്റ്റിസ് കമ്മിറ്റിക്ക് പരാതിയായി തന്നെ ബോധിപ്പിച്ചു. ഇതിലിപ്പോ ഈ നടൻ കുട്ടികൾ ജയചന്ദ്രൻ പറയുന്നത് തന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ ഒരു കുടുംബ വഴക്കിനെ തുടർന്ന് നൽകിയ പരാതി എന്താണ്? നമ്മൾ ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു വഴിക്ക് അന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളെ തുടർന്നാണോ ഈ കുട്ടി ഇത് പറയുക? പക്ഷേ കുട്ടിയുടെ മൊഴിയുണ്ടെങ്കിൽ അതൊന്നും ബാധകമല്ല. അതൊക്കെ 2ാം ഘട്ടത്തിൽ മാത്രം പരിഗണിക്കപ്പെടേണ്ടതാണ്. കുട്ടിയുടെ മൊഴി അത് വിശ്വാസയോഗ്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും പോലീസ് ഈ കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അറസ്റ്റ് ചെയ്യുന്നില്ല. അവിടെയാണ് നമ്മുടെ സംശയം. ഈ കുട്ടികൾ ജയചന്ദ്രൻ പറയുന്നത് വഴി നമ്മളൊന്ന് സഞ്ചരിച്ചിരുന്നോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും കുട്ടിക്കൽ ജയചന്ദ്രൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്ഷേപം നമ്മൾ പരിശോധിച്ചിരുന്നു. അപ്പോഴാണ് പോലീസ് പറഞ്ഞ പോലെ ഒരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. ഇവരെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ട്. പക്ഷേ ആ കുടുംബ പ്രശ്നം ഈ 4 വയസ്സുകാരിയെ സ്വാധീനിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഒരു കളവ് ഒരു കുട്ടിയെ പറഞ്ഞ് പഠിപ്പിച്ചാൽ അത് 1, 2 അല്ലെങ്കിൽ ആദ്യത്തെ മൊഴിയിൽ തന്നെ വൈരുദ്ധ്യം ഉണ്ടാവാം. സ്വാഭാവികമായിട്ടും ഒരു കൗൺസിലർ ഈ കുട്ടിയെ മൊഴിയെടുക്കുമ്പോൾ ഉണ്ടാവും, ആ മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ടാവാം. അല്ലെങ്കിൽ കുട്ടി കോടതിയിൽ ജഡ്ജിന് മുമ്പിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി
പറയുമ്പോൾ അതിൽ വ്യത്യാസം സംഭവിക്കാം, അല്ലെങ്കിൽ വീണ്ടും ചൈൽഡ് ലൈനും പോലീസും തുടർമൊഴികൾ എടുക്കുമ്പോൾ അതിൽ കുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ടാവാം. ഈ കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും കുടുംബ പ്രശ്നം കുട്ടിയുടെ മൊഴിയെ സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളതാണ് ചൈൽഡ് ലൈൻ്റെയും ശിശുക്ഷേമ സമിതിയുടെയും കണ്ടെത്തൽ. കാരണം ഇതിനകം തന്നെ 4 തവണ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മൊഴിയെടുത്തു, ഒരു തവണ 164 പ്രകാരം മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തി. ഈ മൊഴിയിലെല്ലാം തന്നെ വളരെ കൃത്യമായ കാര്യങ്ങൾ കുട്ടി പറയുന്നുണ്ട്. ഒരു കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ തരത്തിലുള്ള ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങളാണ് കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മെഡിക്കൽ പരിശോധന നടന്നതിലും പറയുന്ന കാര്യം സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതെ അതെ, അതിപ്പം ഒരു നടനാണ് എന്നത് കരുതി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശരിയല്ല. ഇനി കുടുംബ വഴക്കാണ് എന്ന് നടന്റെ വാക്കുകൾ കേട്ടാണ് പോലീസ് അത് ചെയ്യുന്നതും ശരിയല്ല. കാരണം 4 തവണ കുട്ടി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു 164 ഇട്ടിട്ടുണ്ട് എന്നാണ് VS രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസിന് നടപടി എടുത്തേ മതിയാവൂ. പോലീസ് ഒരു കാരണവശാലും അതിലുള്ള നടപടി വൈകിപ്പിക്കരുത്. ഹസൻ പറയുന്നു, പോലീസ് കള്ളക്കളി നടത്തരുത്, കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് ഒരിക്കലും ശരിയായില്ല, ഒട്ടും ശരിയായില്ല. ശ്രീ ഹസൻ കോയൻ, എന്താ പോലീസെ ഇങ്ങനെ? നല്ല പോലീസുകാരുമുണ്ട്, കെട്ട പോലീസുകാരുമുണ്ട് എന്നാണോ? നിങ്ങൾക്ക് ഇതുവരെയും നിയമങ്ങൾക്കൊന്നും ബാധകമല്ലേ? അതിന് ഒരു പെൺകുട്ടി, ഒരു പോക്സോ കേസിൽപ്പെട്ട ഒരു കുട്ടിയെ എങ്ങനെയാണ് നിങ്ങൾ, അതും 4 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയെ മൊഴിയെടുപ്പിക്കാൻ വേണ്ടി രക്ഷിതാക്കളോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക? എന്താണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഈ നാട്ടിൽ നിയമമൊന്നുമില്ലേ? ഇത് ആരാണിത് ചെയ്തത് എന്നാലും അവർക്കെതിരെ നടപടി ഉണ്ടാവണം, അത് വകുപ്പ് തലത്തിൽ തന്നെ നടപടി ഉണ്ടാവണം. ഇനി ഒരു പോലീസ് സ്റ്റേഷനിലും ഇത് ആവർത്തിക്കരുത്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പരാതി ഒരാൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന ഒരു കുട്ടി, അതിൻ്റെ മെറിറ്റ് എന്തോ ആവട്ടെ, അത് 2ാം ഘട്ടത്തിൽ കോടതിയാണല്ലോ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ പണിയെടുത്താൽ പോരെ ഇഷ്ട? എന്തിനാണ് ഈ നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത രീതിയിൽ ഒരു കുറ്റകൃത്യം എന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഈ ഇരയെ നിങ്ങൾ വിളിച്ചു വരുത്തുന്നത്? എന്തായാലും ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഒപ്പം നടൻ കുട്ടികൾ ജയചന്ദ്രനെതിരെയും നടപടി ഉണ്ടാവും എന്ന് നമ്മൾ കരുതുന്നു. എന്തായാലും അതൊട്ടും ശരിയായില്ല. ഹസൻ കോയ പറഞ്ഞതുപോലെ പോലീസ് പണക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും കൂടെയാണ് എന്ന് ജാബീർ പറയുന്നു. നാട്ടുകാരെ കൊണ്ട് സർക്കാരിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ചില ഉദ്യോഗസ്ഥന്മാർ കൂടി ഇറങ്ങിയേക്കും അല്ലേ?